ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വർക്കിന് പോകേണ്ട ദിവസമാണ്, പിള്ളേർക്ക് സ്കൂളിലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ സമയം ഒന്നിനും ഇല്ലാത്തൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറില്ല, രാവിലെ ഇങ്ങനെ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ തന്നെ വീഡിയോ എടുത്ത് നമ്മൾ തന്നെ ഫോൺ പുറകെ ഇത് കൊണ്ട് നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും എടുക്കാതിരിക്കുന്നത്, അല്ലാതൊന്നുമല്ല. ചില ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസത്തെ മൊത്തം കാര്യങ്ങൾ ഇട്ടുകൂടെയെന്ന്. ഇവിടെ നിന്ന് ഇടാനാ? രാവിലെ ഇതുപോലെയൊക്കെ നമ്മൾ ഓരോരോ വർക്കിന് കൊണ്ട ദിവസം ഒന്നിനും നേരം ഉണ്ടാവില്ല. കാരണം കിട്ടുന്ന സമയം ഓരോരോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നിനും മാറ്റി വെക്കണേ. ഇപ്പോൾ രാവിലെ ചായയൊക്കെ തിളപ്പിച്ച് ഞാൻ പുറത്തൊന്ന് പല്ലൊക്കെ തേച്ചോണം, നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇഡ്ഡലിക്ക് ചട്നി വേണമല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങയും പുളിയും നല്ല കാന്താരി മുളകും ഉള്ളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോവാന്ന്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇനി എന്തുണ്ടാക്കി കഴിഞ്ഞാലും കഴിക്കലൊക്കെ ഒരു കണക്ക് തന്നെയാണ്. മോനോട്ടനൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സാമ്പാറില്ലേ എന്ന് ചോദിക്കും. കാരണം ഇഡ്ഡലിയും സാമ്പാറും ബെസ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ മാത്രമേ സാമ്പാർ അങ്ങനെ രാവിലെ ഉണ്ടാക്കാറുള്ളൂ. ഇല്ലേ പിന്നെ ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയാണ് കേട്ടോ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുക. രാവിലെ ഒന്നും നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പണി തീരുമല്ലോ എന്ന് വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കാന്താരി മുളക് വെച്ച് വലിയ എരിവൊന്നുമില്ല കേട്ടോ, കുറച്ച് നല്ല മണമുണ്ട് എന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ അരച്ചെടുത്തിട്ടാകുമ്പോൾ ഇഡ്ഡലി ഏകദേശം സെറ്റ് ആവാനായിട്ടുണ്ട്. തലേന്ന് അരച്ചുമ്പോൾ ഉഴുന്നും അരിയും കറക്റ്റ് ആയതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് എപ്പോഴും ആക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റാറുണ്ട്. ഒന്നിക്കൽ ചെളി പുളി എന്നുള്ള എഫക്റ്റിൽ കിട്ടും, ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഉറപ്പായിരിക്കും. ഇന്നെന്തോ അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു റൗണ്ട് ആക്കിയാൽ പോരല്ലോ, അതിന് 2-3 റൗണ്ട് ആക്കണം, എന്നാലേ തികത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ കൂടെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അതാണല്ലോ വലിയ പണി എന്ന് പറയുന്ന സംഭവം. കാരണം ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാൻ കറണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയതുകൊണ്ട് തന്നെ പാത്രമൊക്കെ കഴുകാൻ മടിയായിട്ടാണ് വെച്ചിന്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി. പാത്രം വടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം. കാരണം എനിക്ക് തണുപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയും ഇതെല്ലാം മരവിച്ച പോലത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു. വെച്ച് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ രാത്രിക്ക് കുറച്ച് പാത്രങ്ങൾ ഫുഡ് കഴിച്ചൊക്കെ രാത്രി തന്നെ കഴുകി വയ്ക്കുന്നുണ്ട്. പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കി വെക്കണ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ വർക്കിന് പോയിട്ട് വൈകുന്നേരമല്ലേ എത്തുള്ളൂ. അതും ചിലപ്പോൾ ഇരുട്ട് സമയത്താണ് നമ്മൾ എത്തില്ല. അന്നേരം കറണ്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. പലപ്പോഴും എനിക്ക് സംഭവിക്കണം. പക്ഷേ രാവിലെ ഞാൻ വിചാരിക്കും അന്നേരം ഉണ്ടാക്കിയ പാത്രം അവിടെ കിടക്കട്ടെ, വൈകുന്നേരം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മെല്ലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെക്കും. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പോകും. ചിലപ്പോൾ കുക്കറൊക്കെ ഉണ്ടാവും, അതൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പോകും. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് കണ്ടത് ആ കറണ്ട് ഉണ്ടാവില്ല, കാറ്റും മഴയൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ അത് അവിടെ വെക്കും. എങ്ങനെ ഒരു മെഴുതിരി കത്തിച്ചിട്ടോ അങ്ങനെ ഒരു അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ ഒരു കാര്യമില്ല. പിന്നെ ആ ജനലിൽ കാണുന്ന കവർ എന്നൊക്കെ പറഞ്ഞാൽ ഹരിതകർമ്മസേന കൊടുക്കണ്ടേ കേട്ടോ. അതൊക്കെ കഴുകി ഉണക്കിയിട്ടാണ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് എന്ന് പറഞ്ഞിടക്കെ കഴുകി അവിടെ ഇടുന്നല്ലാണ്ട് ഉണങ്ങുന്നില്ല. ഫുള്ള് വെള്ളം ഇങ്ങനെ എല്ലാത്തിനും ഒരു വെള്ളപ്പറ്റി ഉണ്ടാവും. അപ്പോൾ അവരെടുക്കില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ തൂക്കി കഴുകിയിട്ട് അതൊരാഴ്ചയാകുമ്പോഴത്തേക്കും സെറ്റാകുമ്പോൾ എടുക്കും. അങ്ങനെ പാത്രമൊക്കെ കഴുകി ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ അവിടെ രണ്ടാമതും ഞാൻ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പായണം എന്ന് വെച്ചാൽ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് കുടിക്കേണ്ട വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്, പിള്ളേർക്ക് കൊണ്ടുപോകണ്ടേ. ചില ദിവസം രാത്രി വെക്കാറുണ്ട് കേട്ടോ. ഇന്നലെ തിളപ്പിച്ചിട്ടില്ല, അവിടെ രാവിലെ എടുത്തതൊന്ന് കുറച്ച് തണിഞ്ഞിട്ട് വേണം അവർക്ക് കൊണ്ടുപോകാൻ. 9:30 സ്കൂളിൽ പോകണ്ടുള്ളൂ. അപ്പോൾ ബാക്കിയില്ല കുറച്ച് കൂട്ടും കൂടി ഉള്ളത് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഇഡ്ഡലി ഒന്നും കൂടി ഒഴിക്കാന്ന് വെച്ചാൽ. കാരണം പിള്ളേർ വൈകിട്ട് വന്നിട്ട് കഴിച്ചോട്ടെ എന്നുള്ള രീതിക്ക് അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ നമ്മളെ ഒരു ദിവസത്തെ വീഡിയോ രാവിലെ എന്നൊക്കെ പറയുന്നത്. തട്ടിക്കൂട്ടി കാരണം എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എനിക്ക് സമയമില്ല. പിന്നെ അതുപോലെ തന്നെ വലിയ ക്ലാരിറ്റി ഒന്നും നമ്മളെ വീഡിയോ ഒക്കെ ഉണ്ടാവില്ല. ഒന്നത് അടുക്കളയിലും വലിയ ലൈറ്റൊന്നും ഉണ്ടാവില്ല. അത്ര ആ ഒരു ഷീറ്റ് മുമ്പിൽ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച കയറുവേ അടുക്കളയിലോട്ട്. വല്ലാതെ അങ്ങോട്ട് അവരെ ഉപദ്രവം കൊണ്ടാണ് അങ്ങനെ ഷീറ്റ് അടിച്ചുകൊണ്ട് ഒട്ടും ലൈറ്റ് ഇടില്ല. അപ്പോൾ നല്ലൊരു വീഡിയോ നാളെ കാണുന്നവർക്കും ടാറ്റാ.